നമ്മൾ പലപ്പോഴും ഗ്രൂം ബ്രൈഡ് മീറ്റിംഗ് നടത്താറുണ്ട്, അതായത് BGM നടത്താറുണ്ട്. അപ്പം ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ട് കുടുംബ സാഹചര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ടാണ് ഇവർ ഈ ഗേൾസ് മീറ്റ് അല്ലെങ്കിൽ ഗ്രൂം ബ്രൈഡ് മീറ്റിങ്ങിലേക്ക് പോകുന്നത്. ചിലപ്പോഴൊക്കെ ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം പെൺകുട്ടിയുടെ വീട്ടുകാരോ അല്ലെങ്കിൽ പെൺകുട്ടിയോ ചെറുക്കനോ ചിലപ്പോൾ പറയാറുണ്ട്, എനിക്കങ്ങോട്ട് വൈബ് സെറ്റായില്ല എന്നുള്ളത്. ശരിക്കും എന്താണ് ഇവർ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് പലപ്പോഴും മനസ്സിലാകുന്നില്ല. ഇതിപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്കറിയില്ല, എങ്കിലും ഞാൻ പറയാം. അതായത് അവിടെ ചെന്ന് സംസാരിക്കുമ്പോൾ പെൺകുട്ടിയുടെ രീതി, അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന രീതി, അല്ലെങ്കിൽ ചെറുക്കൻ സംസാരിക്കുന്ന രീതി, അവരിടപഴകുന്ന രീതി, ഇത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതായത് അവരാ കാണിക്കുന്നത് അവരുടെ ബിഹേവിയർ മാത്രമാണ്, അതല്ലാതെ ഒരിക്കലും അവരുടെ ക്യാരക്ടർ ആയിരിക്കില്ല അവിടെ കാണിക്കുക. അപ്പം ഈ പെൺകുട്ടിയാണെങ്കിലും ചെറുക്കനാണെങ്കിലും എപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് അവരുടെ പെരുമാറ്റമാണ് അവരുടെ ക്യാരക്ടർ എന്നാണ്. ശരിക്കും ഒരാളുടെയും പെരുമാറ്റമല്ല അവരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. നമുക്കത് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മളൊരു നല്ലൊരു വീട്ടിൽ, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഒരു വീട്ടിലോ എവിടെയെങ്കിലും ചെല്ലുവാണ്. അപ്പം നമ്മൾ വീട്ടിലിരുന്ന് പല രീതിയിലിരിക്കാം, നടക്കാം, എല്ലാം ചെയ്യാം, സംസാരിക്കാം, അലറിയായിരിക്കും സംസാരിക്കുന്നത്. പക്ഷേ എന്ന് കരുതി നമ്മൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ അലമുറയിട്ട് സംസാരിക്കാറുണ്ട്. നമ്മളവിടെ നമ്മുടെ ബിഹേവിയറാണ് അവിടെ കാണിക്കുന്നത്, നമ്മുടെ പെരുമാറ്റം മാത്രമാണ് അവിടെ കാണിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഒരു പെണ്ണ് കാണാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചെറുക്കൻ ഗ്രൂം ബ്രൈഡ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അവരൊരിക്കലും അവരുടെ ക്യാരക്ടർ ആയിരിക്കില്ല അവിടെ കാണിക്കുന്നത്. അതിന് പകരം അവരവരുടെ ബിഹേവിയർ മാത്രമായിരിക്കും. ഒരിക്കലും ബിഹേവിയറാണ് അവരുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞ് നിങ്ങൾ തെറ്റിദ്ധരിച്ച് ഈ ഒരു വിവാഹാലോചന മുടക്കുവാൻ നോക്കരുത്. താങ്ക് യു.